പറയുന്നവർക്ക് ഭീഷണിയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തുറന്നു പറയാൻ ഒരു ഡോക്ടർ മുന്നോട്ട് വന്നാൽ ആ ഡോക്ടറെ അടിച്ചിരുത്തുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ആവശ്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ടുള്ള ഏറ്റവും വലിയ ജനവികാരമായിരിക്കും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഇങ്ങനെ കുറ്റം പറയുന്നവർ സർക്കാർ ആശുപത്രികളിലെ ഒഴിവുകൾ നികത്താൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? കേരളത്തിലെ പൊതുജനാരോഗ്യത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ നിലവാര തകർച്ചയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത്, നമ്മളെല്ലാം കൊച്ചായിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിലെ ചികിത്സാ രംഗത്ത് ഒരു ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളാണ്. സങ്കീർണമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അവസാനം നമ്മൾ അഭയം പ്രാപിക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ്. ഇന്ന് ആ സ്ഥാനമൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു മെഡിക്കൽ കോളേജുകൾക്ക്. എന്താ കാരണം? ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല, മരുന്നില്ല. നമ്മൾ കുട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സാഹചര്യം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയാണിത്. ഇത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ അവസ്ഥയല്ല, ഇത് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയല്ല, സർക്കാർ മെഡിക്കൽ കോളേജുടെ അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ചൂണ്ടിക്കാണിച്ചതായിരിക്കും. ആരും ഭയപ്പെട്ട് പറയുന്നില്ല. കഴിഞ്ഞ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ HDS മീറ്റിങ്ങിലുണ്ടായ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? ഇവിടുത്തെ സർജറി വിഭാഗത്തിൽ 16 അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ ഒഴിവുണ്ട്. 16 പോസ്റ്റുകളാണുള്ളത്. അതിൽ 11 എണ്ണവും വേക്കൻ്റാണ്. 16 എണ്ണത്തിൽ 11 എണ്ണവും വേക്കൻ്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 13 എണ്ണം. അതിൽ ആകെ നിലവിലുള്ളത് 4 പേർ, 9 വേക്കൻ്റ്. ഈ സാഹചര്യത്തിൽ തന്നെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കും കുറേ ആൾക്ക് തിരുവനന്തപുരത്തേക്ക്. ഇവിടുന്ന് ആളെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സ്ഥലം മാറ്റക്കാര്യത്തിൽ സുതാര്യതയില്ല. സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും. ആലപ്പുഴ പോലുള്ള മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ അവർക്ക് എവിടെയും പ്രവർത്തിക്കാം. അപ്പോൾ ഇത് സത്യത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഡോക്ടർക്ക് ഇത് തുറന്നു പറയേണ്ടി വന്നത്. ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞു, ഒരു ഓഡിറ്റ് നടത്തി. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിങ്ങളൊന്ന് എടുത്തു നോക്ക്, എത്ര ഒഴിവുകളുണ്ട്, വേക്കൻസികൾ. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നിങ്ങൾക്കറിയാം, നമ്മുടെ സ്വപ്നമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടെ അനുവദിപ്പിച്ചതാണ് ഞാൻ MP ആയിരുന്ന കാലത്ത്. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. അവിടുത്തെ അറ്റകുറ്റപ്പണികൾ പോലും ഏറ്റെടുക്കാൻ PWD തയ്യാറല്ല. ശീതസമരമാണ്. PWD ആരോഗ്യവകുപ്പും. ഞാൻ 6 മാസം മുമ്പ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. PWDയും ആരോഗ്യവകുപ്പും ശീതസമരമാണ്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഏജൻസി ചെയ്ത വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്നാണ് PWD പറയുന്നത്. PWD ചെയ്യാത്ത വർക്കുകൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല. ഇതെന്തൊരു സ്ഥിതിയാണ്? ഈ ഒരു ദയനീയമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിലൂടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ മറ്റു ഡോക്ടർമാരും തുറന്നു പറയാൻ പോയാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ ഏറ്റവും ദയനീയ സാഹചര്യമായിരിക്കും വെളിപ്പത്ത് വരിക. പൊതുവെ ഈ ആരോഗ്യവകുപ്പിനെതിരായ വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങൾ വെറുതെ വേട്ടയാടുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ വിഷയം തന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ലെന്നാണ് ആരോഗ്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പറയുന്നവർക്ക് ഭീഷണിയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തുറന്നു പറയാൻ ഒരു ഡോക്ടർ മുന്നോട്ട് വന്നാൽ ആ ഡോക്ടറെ അടിച്ചിരുത്തുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ആവശ്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ടുള്ള ഏറ്റവും വലിയ ജനവികാരമായിരിക്കും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഇങ്ങനെ കുറ്റം പറയുന്നവർ സർക്കാർ ആശുപത്രികളിലെ ഒഴിവുകൾ നികത്താൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ ഓരോ ഒഴിവുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു തന്നിട്ടതാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റുകളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞാൽ പോയാൽ കഥ തീരില്ല. ഇത് ആലപ്പുഴയുടെ കഥ മാത്രമല്ല, കോഴിക്കോട്, തിരുവനന്തപുരത്ത്, തൃശ്ശൂർ, ഇതെല്ലായിടത്തും തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോടും ആലപ്പുഴയും തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ തന്നെ, കോട്ടയം ഒക്കെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ മേന്മയുടെ പ്രതീകങ്ങളായിരുന്നു. ഇന്ന് അവിടെ അലംഭാവത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് അവരിപ്പോൾ മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? പിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യും കുറേ ആളുകളെ, ഒരു ഡോക്ടർമാരും ചാർജ് എടുക്കുന്നില്ല. ഇതെന്താണെന്ന് ഗവൺമെൻറ് പഠിക്കണ്ടേ? എന്തുകൊണ്ടാണ് പൊതുമേഖലയിൽ ഡോക്ടർമാർ വരാത്തത്? പഠിക്കണ്ടേ? നടപടി ഉണ്ടാക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഗവൺമെൻറ്
ഈ അടിസ്ഥാനപരമായി പാവപ്പെട്ടവരെ ചികിത്സിക്കേണ്ട മെഡിക്കൽ കോളേജുകളെ ഇങ്ങനെ വീക്കം ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഇത് കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്, പൊതുസമൂഹത്തിനെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് ആ ഡോക്ടറെ വെളിപ്പെടുത്തുന്നതാണ് എൻ്റെ വിശ്വാസം. സ്റ്റാഫ് മാറ്റേണ്ട കാര്യത്തിൽ പ്രശ്നമുണ്ട്. 64 സ്റ്റാഫ് മാറ്റാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജുകൾ ആശുപത്രികളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും മാറ്റേണ്ടല്ലേ? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു? എന്തുകൊണ്ടാണ് നിയമിക്കുന്ന ഡോക്ടർമാരും വരാൻ തയ്യാറാകുന്നില്ല? എവിടെയോ തകരാറുണ്ട്. ആ തകരാറെന്നാണ് പഠിക്കണ്ടേ, പഠിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത്. സർക്കാരിൻ്റെ ജോലിയല്ലേ ഇത്? നമ്മുടെ മെഡിക്കൽ കോളേജുകളെ അനാഥമാക്കി വിട്ടിട്ട് ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്നതാണ് കുഴപ്പമെന്ന് പറയുന്നതാണോ ശരി? ഞാൻ പറയുന്നില്ല സ്വകാര്യ ആശുപത്രികളാണ്, സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നത് ഇത്തരം സമീപനങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവരാ പോകുന്നത്. അവിടെ ചെയ്യുന്ന നല്ല ഡോക്ടർമാരുമുണ്ട്, നല്ല രീതിയിൽ പരിചരണം കിട്ടുന്നുണ്ട്. പക്ഷേ അതല്ലല്ലോ, അതുമാത്രമല്ലല്ലോ കാര്യം. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനോ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ഒഴിവുകൾ നികത്താനോ നഴ്സുമാരുടെ ഒഴിവുകൾ നികത്താനോ ഒന്നും നടപടിയില്ല. ഇതൊരു യുദ്ധകാലാടിസ്ഥാനം സ്വീകരിച്ച ഒരു സർക്കാർ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ? നടക്കണ്ടേ? എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം നീക്കണ്ടേ? അതിനൊന്നും നടപടിയില്ല. ഇതാരെങ്കിലും വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ ഇനി അപ്പോൾ ആ ഡോക്ടർക്കെതിരെ നേരിടേണ്ടി വന്ന ആക്രമണം എന്തായിരിക്കും നമുക്ക് കാണാം. ഇതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഒരു സംശയവും വേണ്ട, ഈ കാര്യത്തിലൊരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ നിലവാര തകർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.